ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ തിങ്കളാഴ്ച പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ അവതരിപ്പിച്ച ആ ഒരു വൈറ്റ് പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ILR 10 വർഷമാക്കുമെന്നും അതുപോലെ തന്നെ കെയർ വിസകൾ ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് നടത്തത്തില്ല എന്നും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK വിരുന്ന സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന സ്റ്റുഡൻസിൻ്റെ ഗ്രാജുവേറ്റ് റൂട്ട് വിസ 24 മാസം എന്നുള്ളത് 18 മാസമാക്കി കുറയ്ക്കുമെന്നായിരുന്നു. അപ്പോൾ ഈ ഒരു 3 പ്രഖ്യാപനങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഞെട്ടിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ PR-ഉം അതുപോലെ തന്നെ കെയറർ വിസ, അതായത് ഇൻ്റർനാഷണൽ കെയറർ വിസകൾ ഇനിയിപ്പോൾ ഇൻ്റർനാഷണലി അവർ റിക്രൂട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമായിരുന്നു. ഇത് നമ്മളെക്കാട്ടിൽ കൂടുതൽ ഞെട്ടിയിരിക്കുന്നത് ഇപ്പോഴേ UK കെയർ ഹോം ഉടമകളാണ്. അതായത് സോഷ്യൽ കെയർ വിസകൾ ഇനിയിപ്പോൾ ഇൻ്റർനാഷണലി UK നൽകാതിരുന്നു കഴിഞ്ഞാൽ പല നേഴ്സിംഗ് ഹോമുകളും ഇനിയിപ്പോൾ പൂട്ടിയിടേണ്ട ഒരവസ്ഥയിലേക്ക് വരുമെന്നാണ് UK കെയർ ഹോം മാനേജർമാർ പറഞ്ഞിരിക്കുന്നത്. UK കെയർ ഹോമുകൾ നമ്മൾ ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ ഒരു 75% ആൾക്കാരും ഇൻ്റർനാഷണൽ റിക്രൂട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് UK എത്തിച്ചേർന്ന ആൾക്കാർ മാത്രമാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് കെയർമാരാണ് വിവിധ നേഴ്സിംഗ് ഹോമുകളിലും റെസിഡൻഷ്യൽ ഹോമുകളിലും അതുപോലെ തന്നെ ഡൊമസ്ട്രി കെയറിലും വർക്ക് ചെയ്യുന്നത്. ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരെന്ന് പറഞ്ഞാൽ 9 to 5 ജോബ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ അവർ വീക്കെൻഡ് ജോലി ചെയ്യത്തില്ല. അങ്ങനെയൊക്കെയുള്ള ജോബുകളാണ് അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ പുതിയ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരെ ഇനിയിപ്പോൾ അവരെ ട്രെയിൻ ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ കെയർ ഹോം മാനേജർമാർ അല്ലെങ്കിൽ കെയർ ഹോം നടത്തിപ്പുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രശ്നമായിട്ട് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഇപ്പോൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. കാരണം ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ നിർത്തിവെച്ച് കഴിഞ്ഞാൽ ഈ പകുതി കെയർ ഹോമുകൾ ഇനി പൂട്ടിയിടേണ്ടതായിട്ട് വരുമെന്നാണ് അവരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരു വാസ്തവമായിട്ട് മാറുമെന്നുള്ളത് ഗവൺമെൻറ്റിന് നല്ലതുപോലെ അറിയാം. ഇപ്പോൾ ഗവൺമെൻറ്റിന് ഈ ഒരു നിയമങ്ങളൊക്കെ ഇനി ഇപ്പോഴേ പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇതിന്മേലൊക്കെ വലിയ ചർച്ചകൾ നടത്തിയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ തന്നെ നമുക്കറിയാം RCN റോയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് പറഞ്ഞേക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏകദേശം ഒരു 10-ൽ 4 നേഴ്സന്മാരും ഇൻ്റർനാഷണൽ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്ന നേഴ്സന്മാർ ഈ രാജ്യം വിടാൻ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ കെയർമാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിൽക്കുന്ന കെയർമാർ ഇപ്പോഴും സേഫാണ്, അവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇനി ഇപ്പോൾ അവർക്ക് വിസ അവരുടെ തീർന്നു കഴിഞ്ഞാലും റിന്യൂ ചെയ്ത് കൊടുക്കണമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽപ്പെട്ട് നമുക്കറിയാമല്ലോ 10-15 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇവിടെ വന്നതിന് ശേഷം അവരുടെ വർക്ക് പെർമിറ്റ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ പ്രയാസപ്പെടുന്ന ധാരാളം കെയർ വർക്കേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ വിസ കണ്ടുപിടിച്ച് കൊടുക്കണമെന്നൊക്കെ ഗവൺമെൻറ് പറയുന്നുണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേങ്കിൽ ഇനിയിപ്പോഴേ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ നിർത്തിവെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഇവിടുത്തെ കെയർ ഹോം മാനേജർമാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉടമകൾക്കായിരിക്കും. കാരണം അവർക്ക് ആവശ്യത്തിന് ഇതേപോലെയുള്ള കെയർ വർക്കേഴ്സിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓരോ നേഴ്സിംഗ് ഹോമിലും 25, 30, 40, 50, 100 വരെയുള്ള ഇതേപോലെയുള്ള പേഷ്യൻസാണ് ഓരോ കെയർ ഹോമുകളിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും 30 അല്ലെങ്കിൽ 40 പേഷ്യൻസ് ഉള്ള ഒരു കെയർ ഹോമിൽ അവിടുത്തെ ഒരു 10 പേര് അല്ലെങ്കിൽ ഒരു 15 പേര് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ നേഴ്സിംഗ് ഹോം റൺ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ ഇൻ്റർനാഷണലി വരുന്ന സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന പ്രശ്നവും ഇത് തന്നെയാണ്. കാരണം ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3-4 വർഷങ്ങൾക്ക് മുൻപ് എല്ലാം തന്നെ empty ആയിട്ട് കിടക്കുമായിരുന്നു. ആ ഒരു സമയത്താണ് ഇവർ ഇൻ്റർനാഷണലി ഇതുപോലൊക്കെ തന്നെ സ്റ്റുഡൻസിന് ഇവിടെ വരാനായിട്ടും ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ 2 വർഷം സ്റ്റേ ബാക്ക് കൊടുക്കും, അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാം, ഇങ്ങനെയൊക്കെയുള്ള പുതിയ തീരുമാനങ്ങൾ കൊണ്ടുവന്ന് ഇഷ്ടം പോലെ ഈ ഒരു സ്റ്റുഡൻസ് UK എത്തിച്ചേർന്ന് അതിനിടയ്ക്ക് വെച്ച് ഇവർ സ്റ്റുഡൻറ്റിൻ്റെയും അതുപോലെ തന്നെ കെയർ വിസക്കാരുടെയും ഡിപ്പെൻഡൻറ്റ് വിസ നിർത്തലാക്കി. പക്ഷേങ്കിൽ ഈ ഒരു വൈറ്റ് പേപ്പറിൽ ഇപ്പോഴും പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ ഈ ഒരു ഗ്രാജുവേറ്റ് റൂട്ട് വിസ എന്നുള്ളത് 2 വർഷം 24 മാസം എന്നുള്ളത് 18 മാസമായിട്ട് കുറയ്ക്കുമെന്നാണ്. അതേപോലെ തന്നെ ഇൻ്റർനാഷണലി ഈ ഒരു കെയർമാരുടെ റിക്രൂട്ട്മെൻറ്റ് നിർത്തലാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓപ്ഷൻ ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ അത് പഠിച്ചാൽ മതി. ഈ രാജ്യം അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇപ്പം UK വരണമെന്ന് ആർക്കും നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ വേറെ ഏതൊക്കെ രാജ്യങ്ങൾ കിടക്കുന്നു, ഇപ്പോൾ ജർമ്മനി അതുപോലെയുള്ള അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ ഇതുപോലൊക്കെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ UK മാത്രം വരണമെന്ന് ആർക്കും യാതൊരു നിർബന്ധമില്ല. ഇനിയിപ്പോൾ ഒരു 18 മാസമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്നില്ല. ഇവിടെ സ്റ്റുഡൻറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിലേക്ക് വരുന്ന ഇൻകം കുറയും. അതുപോലെ തന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ വീണ്ടും അടഞ്ഞു കിടക്കും. അത് ഗവൺമെൻറ്റിനെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ സാലറി എവിടെ നിന്നാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആര് കൊടുക്കും? അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു തീരുമാനം ഉണ്ടാകുന്നുള്ളത് ഇതെല്ലാം പെൻഡിങ്ങിൽ കിടക്കുകയാണ്. കാരണം ഓരോരുത്തരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ ഒരു PSW എന്നുള്ളത് നിർത്തിയോ, ഇതിപ്പം 24 മാസം എന്നുള്ളത് 18 മാസം പ്രാബല്യത്തിൽ വന്നു. ഇതൊന്നും പ്രാബല്യത്തിൽ ഇതുവരെ വന്നിട്ടില്ല. ഇതെല്ലാം ഒരു റെക്കമെൻഡേഷൻ മാത്രമാണ്, വൈറ്റ് പേപ്പറിൽ വന്നതാണ്. ഇനിയിപ്പോൾ ചർച്ചകളൊക്കെ നടന്നതിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിയമത്തിൽ വരത്തുള്ളൂ. അതിനൊക്കെ കുറച്ച് സമയമെടുക്കും. കഴിഞ്ഞ നമ്മൾ ഋഷി സുനക്കിൻ്റെ സമയത്ത് അവസാനം കണ്ടതാണ് UK-ലേക്ക് ഈ ഒരു ചെറു ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്നു വരുന്ന ഇതേപോലെയുള്ള ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർ റുവാണ്ടയിലേക്ക് മാറ്റാനുള്ളൊരു പ്ലാൻ കൊണ്ടുവന്നിരുന്നു. അത് സ്ക്രാപ്പ് ചെയ്തത് നമ്മളുടെ ഈ ഒരു സ്റ്റാർമർ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. പക്ഷേ ഇപ്പോഴ് ഇരിക്കപ്പുറതി ഇല്ലാതെ, കാരണം ഈ ഒരു കാര്യങ്ങൾക്ക് ഒരു അറുതി വരുത്താനായിട്ട് UK ഗവൺമെൻറ് വലിയ രീതിയിൽ ഇപ്പോഴും പെടാപ്പാട് പെടുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കണം. അടുത്ത ഇലക്ഷനിൽ ബാക്ക് ടു നോർമലിലേക്ക് ലേബർ പാർട്ടിക്ക് വരണം. അതുകൊണ്ട് പ്രധാനമന്ത്രി കൊണ്ടുപിടിച്ച് പരിശ്രമമാണ്. കഴിഞ്ഞ ദിവസം അൽബേനിയയിൽ പോയിരുന്നു. അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ് ഒരു പുതിയ നടപടി കൊണ്ടുവന്നെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ എപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് കാണുന്നതാണ്, എപ്പോഴും അതിന് തുരങ്കം വയ്ക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഋഷി സുനക്കിൻ്റെ സമയത്ത് ഈ റുവാണ്ട പ്ലാൻ ഏകദേശം നടന്നതാണ്. അപ്പോഴാണ് നമ്മളെ ലേബർ പാർട്ടി അധികാരത്തിൽ വരികയും അത് സ്ക്രാപ്പ് ചെയ്യുകയും ചെയ്തത്. പക്ഷേ ലേബർ പാർട്ടി ഇപ്പോൾ ചെയ്യാൻ പോകുന്ന അതേപോലെ തന്നെ റുവാണ്ടയ്ക്ക് പകരം അൽബേനിയയിലേക്ക് പോയിട്ട് ഇവിടേക്ക് വരുന്ന ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരെ അവിടേക്ക് മാറ്റാനായിട്ടാണ് ഒരു പദ്ധതിയുമായിട്ട് അൽബേനിയയിൽ പോയത്. പക്ഷേ അൽബേനിയൻ പ്രധാനമന്ത്രി നോ പറഞ്ഞു. കാരണം അവർക്ക് ഇറ്റലിയിൽ നിന്നുള്ള ആൾക്കാർ ഓൾറെഡി അവിടെ ബിൽഡിങ്ങുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് UK-യിൽ നിന്ന് വരുന്ന ആൾക്കാരെ കൂടെ അവർക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ആ ഒരു പരിപാടി ഫ്ലോപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് പോലും ഒരു ഊഹവുമില്ല എന്താണ് നടക്കാൻ പോകുന്നതെന്ന്, അല്ലെങ്കിൽ എന്ത് നടക്കും, അല്ലെങ്കിൽ ഈ ഒരു വൈറ്റ് പേപ്പറിൽ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് ഇവർക്കാർക്കും യാതൊരു തീരുമാനവും ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടുള്ള കേരളന്മാരാണെന്നുണ്ടെങ്കിലും നേഴ്സന്മാരാണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും വലിയ രീതിയിലാണ് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നത്. ഏതായാലും വലിയ രീതിയിൽ ഇപ്പോൾ പെറ്റീഷനും സൈനിങ്ങും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഞാനൊരു ലിങ്ക് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാം. നിങ്ങൾ എല്ലാവരും ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ പെറ്റീഷൻ സൈൻ ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ലോക്കൽ MP നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം, നിങ്ങൾക്ക് അവർക്ക് മെസ്സേജ് അയക്കാം, അവരോട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറയാം. അപ്പോൾ ആ ഒരു ലിങ്ക് കൂടി ഞാനതിൽ കൊടുക്കുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ഈ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ഈ ഒരു പെറ്റീഷനിൽ ഒപ്പുവെക്കണം. ഇപ്പോൾ ഓൾറെഡി ഞാൻ നോക്കിയപ്പോൾ ഇന്നെങ്ങാണ്ട് സ്റ്റാർട്ട് ചെയ്തതിനകത്തെങ്ങാണ്ട് 10,000 പേരോളം ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട്. കാരണം സൈനിങ് വലിയ രീതിയിലാണ് നടക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വന്ന BBC-യിലെ വാർത്തയിൽ 15 ലാക്സ് ആൾക്കാർക്ക്, അതായത് 1.5 മില്യൺ ആൾക്കാരെ ഇത് ബാധിക്കുമെന്നുള്ള ആ ഒരു വാർത്ത കൂടി വന്നപ്പോഴേക്ക് ഇപ്പോൾ UK-ലേക്ക് വന്നിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും നേഴ്സസ് ആണെന്നുണ്ടെങ്കിലും ഇതിനകത്തിൽ ഇൻക്ലൂഡ് ആവും, അല്ലെങ്കിൽ ഇതിനകത്തിൽ പെട്ടുപോകുന്നുള്ള ആ ഒരു പേടി നിമിത്തം ഇപ്പോഴെല്ലാവരും തന്നെ ഇപ്പോഴും സൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വലിയ രീതിയിലുള്ള പ്രതികരണം ഈ പെറ്റീഷനിൽ ഉണ്ടാവണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഒപ്പ് ഇടുക. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.